വെൽക്കം, തഹ്മനാണ്. ക്യാൻസർ പത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ എപ്പിഡമിയോളജി ഓഫ് ക്യാൻസറിനെ പറ്റിയാണ് പറയുന്നത്. സോ എപ്പിഡമിയോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഡിറ്റർമിനൻസ്, ഫ്രീക്വൻസി, ഡെത്ത്സ് അല്ലെ, ഓരോ അസുഖങ്ങളൊക്കെ പറ്റി പഠിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു, എത്ര ആൾക്കാരിൽ വരുന്നു, എങ്ങനെ വരുന്നു, കാരണങ്ങൾ എന്താണ്, ഫ്രീക്വൻസി എന്താണ്, എത്ര മരണങ്ങളൊക്കെ ഉണ്ട്, സോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമുക്കറിയാം, പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോക പോപ്പുലേഷൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ഥലങ്ങളും ജനങ്ങളുടെ ജീവിത കാലദൈർഘ്യവും ലോഞ്ചിവിറ്റിയും വർദ്ധിക്കുന്നു, ഒപ്പം ക്യാൻസറും വർദ്ധിക്കുന്നു. സോ 20% മരണമെങ്കിലും ക്യാൻസറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ കാരണങ്ങളുമാണ് മരണം. അതിൽ 6% ക്യാൻസർ മൂലം തന്നെയാണ് മരണം. 2ാം സ്ഥാനമാണ് ഹൃദയരോഗമാണ്, 1ാം സ്ഥാനം. ക്യാൻസറിന് 2ാം സ്ഥാനം. ലോകം മൊത്തം ആളുകളിൽ ക്യാൻസറുകൾ വരുന്നതിന് ജോഗ്രാഫിക്കലായിട്ടുള്ള വൈവിധ്യങ്ങൾ, ഏജ്, സെക്സ്, ഒരുപാട് വൈവിധ്യങ്ങളൊക്കെ കാരണങ്ങളാണ്. നമ്മളിപ്പോൾ ലോകത്തിലെ 5 പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എടുത്താൽ, ഇപ്പോൾ നമ്മൾ മെയിൽ പുരുഷന്മാരിൽ പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ, ദെൻ ലങ് ക്യാൻസർ ആണ്, പിന്നെ ഉള്ളത് കോളോറക്ടൽ ക്യാൻസർ ആണ്, ദെൻ യൂറിനറി ബ്ലാഡറിന്റെ ക്യാൻസർ ഉണ്ട്, ദെൻ ലിംഫോമ. ഇതാണ് പുരുഷന്മാരിൽ ഉള്ള ക്യാൻസർ. അതേസമയം സ്ത്രീകളിൽ ക്യാൻസർ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും 1ാം സ്ഥാനം ബ്രസ്റ്റ് ക്യാൻസറിനാണ്, 2ാമത് ഇവിടെയും ലങ് ക്യാൻസറിനാണ്, 3ാമത് കോളോറക്ടൽ ക്യാൻസർ ഇവിടെയുണ്ട്, ദെൻ 4ാമത് എൻഡോമെട്രിയൽ ക്യാൻസർ ആണ്, അതിനുശേഷം ലിംഫോമ. ഇതാണ് സ്ത്രീകളിലും പുരുഷന്മാരിൽ. ഇനി ഇന്ത്യയിൽ പക്ഷേ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന ക്യാൻസറാണ് ഓറൽ കാവിറ്റി. അതും 1ാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ്. സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിനൊപ്പം തന്നെ സെർവിക്കൽ ക്യാൻസറും ഇന്ത്യയിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ഏകദേശം 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളുണ്ട്. സോ ദീസ് ഓൾ ആർ ക്യാൻസർ ഇൻസിഡൻസ് ആണ് ഞാൻ പറയുന്നത്. ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ എണ്ണങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ മരണം, ക്യാൻസർ മൂലമുള്ള മരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ 2ാം സ്ഥാനക്കാരനാണ്. ലങ് ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുക. 1ാം സ്ഥാനം ഇതിനൊക്കെ ആണെങ്കിലും മരണത്തിൽ 1ാം സ്ഥാനം ഇതാണ്, പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും. സോ അപ്പൊ ഇൻസിഡൻസ് ഈസ് നോട്ട് ഈക്വൽ ടു ഡെത്ത് ഇൻസിഡൻസ് എന്നൊന്ന് മനസ്സിലാകും. ഇനി 20 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ ഉള്ളത് അക്യൂട്ട് ലുക്കീമിയ, ALL ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അവരിലേക്കാണ് ഗ്ലയോമാസ്, നമുക്ക് ഇഷ്ടം പോലെ കാണാം, CNSന്റെ ഗ്ലയോമാസ്, ദെൻ ബോൺ സാർക്കോമ, എല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ദെൻ എൻഡോക്രൈൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ട്യൂമേഴ്സ്, ക്യാൻസർ ഇഷ്ടം പോലെ കാണാം, ദെൻ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ. ഇതൊക്കെയാണ് കുട്ടികളിൽ കൂടുതലുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ക്യാൻസർ ഡെവലപ്ഡ് കൺട്രീസിൽ, ഡെവലപ്ഡ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഡെവലപ്ഡ് ആണെങ്കിൽ 1ാം സ്ഥാനം ഏറ്റവും കൂടുതൽ ഉള്ളത് ലങ് ക്യാൻസറിനാണ്, 2ാമത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും ചേർത്തിട്ടാണ് പ്രോസ്റ്റേറ്റ്, ദെൻ കോളോറക്ടൽ ക്യാൻസർ. ഇതിനൊക്കെയാണ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ. പക്ഷേ ഇതല്ല സ്ഥിതി, ഇതും എല്ല് വെച്ചിട്ടാണ്, ലങ് വെച്ചിട്ടില്ല, പക്ഷേ ലിവറിലാണെന്നുള്ളതാണ്. 2ാമത് സെർവിക്കൽ ക്യാൻസർ ആണ്, ദെൻ ഓറൽ കാവിറ്റി ക്യാൻസർ, ഇസോഫാജിയൽ ക്യാൻസർ. സോ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അല്ലെങ്കിൽ കണക്കുകൾ. ആൻഡ് ഇതിൽ 1/3 തരവും മോഡിഫയബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് മൂലം വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ബന്ധപ്പെട്ടിട്ടുള്ള. ഏറ്റവും പ്രധാനപ്പെട്ടത് ടുബാക്കോയുടെ യൂസ് ആണ്. ടുബാക്കോ, പുകവലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപയോഗം. ദെൻ ആൽക്കഹോൾ കൺസംഷൻ കുറച്ചാൽ കുറേ മരണം, ക്യാൻസർ കുറക്കും. ഒബിസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ശരീരമനങ്ങി പണിയെടുക്കാത്തത്, ലോ ഫൈബർ കുറച്ചുള്ള ഭക്ഷണം, അൺപ്രൊട്ടക്റ്റഡ് സെക്സും പല കാരണങ്ങൾ കൊണ്ട്, പൊല്യൂട്ടഡ് എയർ മറ്റൊരു കാരണമാണ്. ദെൻ ഇൻഡോർ ഹൗസ് ഹോൾഡ് സ്മോക്ക്, വീട്ടില് അടുപ്പ്, അങ്ങനെയൊക്കെയുള്ള വിറക്, അങ്ങനെയൊക്കെയുള്ള കത്തിക്കൽ, കണ്ടാമിനേറ്റഡ് ഇഞ്ചക്ഷൻ, അതും ഒരു കാരണമാണ്. സോ ഇങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കുറയ്ക്കാം. ആൻഡ് പല ക്യാൻസറും ഇപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ആൻഡ് ഉദാഹരണത്തിന് സെർവിക്സിന്റെ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ബ്രസ്റ്റ്, കോളോറക്ടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള ക്യാൻസറൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് കുറെ ഇൻസിഡൻസ് കുറയ്ക്കാനായിട്ട്, അതുപോലുള്ള മരണമൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ. സോ ഇനി നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് എപ്പിഡമോളജി ഓഫ് ക്യാൻസർ അതിനെ പറ്റിയാണ് നമുക്ക് പറയുന്നത്. ഫാക്ടേഴ്സ് കോസിംഗ് ക്യാൻസർ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നോട്ട് എ സിംഗിൾ ഫാക്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഫാക്ടർ. ഒരേ ഒരു കാരണമല്ല ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള കാരണം, പലതരം കാരണങ്ങളാണ്. സോ ചില ഫാക്ടേഴ്സ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് പഠനത്തിലാണ്, സ്റ്റിൽ അൺനോൺ ആണ്. മൊത്തത്തിൽ നമ്മൾ പാറ്റേൺ ഓഫ് ക്യാൻസറിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 3 അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രീഡിസ്പോസിംഗ് ഒരാൾക്ക് ക്യാൻസർ വരാൻ സാധ്യത കൂട്ടുന്ന എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഇതിനെ നമുക്ക് കോ ഫാക്ടേഴ്സ് എന്നും വിളിക്കും. ഈ കോ ഫാക്ടേഴ്സിൽ നമുക്ക് ഹോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, ദാറ്റ് ഈസ് എൻഡോജീനിയസ് ഹോസ്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തത് നമുക്ക് എക്സോജീനിയസ് ആണ്. അത് രോഗിയായിട്ടുള്ള കാരണം എക്സോജീനിയസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും
ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ആൾക്ക് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത തെളിയുക. രണ്ടാമത്തത് ദാറ്റ് ഈസ് ക്രോണിക് ആയിട്ട്, ക്രോണിക് ക്രോണിക് എന്ന് വെച്ചാൽ ദീർഘനാളായിട്ടുള്ള നോൺ നിയോപ്ലാസ്റ്റിക് ക്യാൻസർ അല്ലാത്ത നോൺ നിയോപ്ലാസ്റ്റിക് പ്രീ മെലിഗ്നന്റ് കണ്ടീഷൻസ് അവരിൽ ഉണ്ടായിരുന്നിരിക്കാം, ആൻഡ് മൂന്നാമത്തത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഹോർമോണൽ ഓർ റിലേറ്റഡ് ടു ഹോർമോൺ, റോൾ ഓഫ് ഹോർമോൺസ് എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും നമുക്ക് ഒരു കാരണം സിംഗിൾ ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സിംഗിൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് റിസ്ക് ഫാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് പ്രായമാണ്. ഏജ് ആണ് ഏറ്റവും പ്രധാനം. ഒരു 5th ഡെക്കേഡ്സ് ഓഫ് ലൈഫ്, 5th ഡെക്കേഡ്സ് ഒക്കെ ഇന്ന് ചെറുപ്പക്കാരായിട്ടാണ് കൺസിഡർ ചെയ്യുക. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ 50 വയസ്സ് കഴിഞ്ഞാൽ മരണം ആയി എന്നുള്ള മട്ടായിരുന്നു. ഇന്നിപ്പോ ചെറുപ്പക്കാർ 5th ഡെക്കേഡ്സ് ഓഫ് ലൈഫ് കഴിഞ്ഞ ആൾക്കാരിൽ 3/1 ക്യാൻസർ ഈസ് 65 വയസ്സിന് ശേഷമുള്ളവർ. 65 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 55 to 65 മോസ്റ്റ് പ്രോൺ ടു ക്യാൻസർ ആണ്. ഈ പ്രായം കൂടുന്തോറും എന്താ സംഭവിക്കുക? പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ സൊമാറ്റിക് മ്യൂട്ടേഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് അല്ലെ, അത് വർദ്ധിക്കുന്നു. 2 സെല്ലുകളിൽ പലതരം സെല്ലുലാർ ഓൾട്ടറേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഏതെങ്കിലും ഒരു കാർസിനോജൻസ് എന്താണെന്നൊക്കെ നമുക്ക് പുറകെ പറയാം. കാർസിനോജൻസുമായിട്ട് ദീർഘനാളായിട്ട് സമ്പർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. 50 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോഴത്തേക്കും ആ ഇത്രയും പ്രായം കൊണ്ട് ഏതെങ്കിലും ഒരു കാർസിനോജനായിട്ട് ദീർഘനാളായിട്ട് സമ്പർക്കം ഉണ്ടാകാം. ദെൻ 50 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന്റെ ഇമ്മ്യൂൺ കോമ്പീറ്റൻസ് അല്ലെ, ഇമ്മ്യൂണിറ്റി, അതും കുറച്ച് ഇമ്മ്യൂൺ കോമ്പീറ്റൻസ് കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇതൊക്കെ ആയിരിക്കും സാധാരണക്കാർ. ഉദാഹരണം അക്യൂട്ട് ലുക്കീമിയ ഏറ്റവും കൂടുതലുള്ളത് പിള്ളേരിലാണ്, കൊച്ചു പിള്ളേരിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ കൂടുതലാണ് 65-50 ആ പ്രായം കഴിയുമ്പോഴത്തേക്കും അവരിൽ വീണ്ടും അക്യൂട്ട് ലുക്കീമിയയുടെ സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. ഇനി കുട്ടികളിൽ മാത്രം നോക്കി ഏജ് ആണ് നമ്മൾ പറയാം. സോ കുട്ടികളിൽ നോക്കി കഴിഞ്ഞാൽ അവരിൽ മിക്കവാറും ഇൻഹെറിറ്റഡ് മ്യൂട്ടേഷൻസ് മൂലമുള്ള ബ്ലാസ്റ്റോമാസ് ഒക്കെയാണ് അവരിൽ കൂടുതൽ. സോ അവർ കിട്ടുകയാണ് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് അവരുടെ പാരന്റ്സിൽ നിന്നോ അവരുടെ ഫാമിലിയിലൊക്കെ അങ്ങനെ കിട്ടുന്ന ആൾക്കാരിലാണ് കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് വരിക. ബ്ലാസ്റ്റോമാസ് ഉദാഹരണത്തിന് ന്യൂറോ ബ്ലാസ്റ്റോമാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എവിടെയോ. വിൽംസ് ട്യൂമർ കുട്ടികളിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദെൻ റെറ്റിനോബ്ലാസ്റ്റോമ. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് പിള്ളേരിലാണ് കൂടുതലായിട്ട് കാണുക. സോ പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സിൽ 1ാം സ്ഥാനം നമ്മൾ കൊടുക്കുക ഏജ് ആണ്, പ്രായമാണ് നമ്പർ 1 ഫാക്ടർ. അതും വയസ്സാവും തോറും ക്യാൻസർ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് ഫാമിലിയൽ ആണ്. ഫാമിലിയൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സാധ്യത. സോ ഒരു പ്രത്യേക ക്യാൻസർ ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത റിലേറ്റീവ്സിനൊക്കെ വരാനുള്ള 3 ഇരട്ടി കൂടുതലാണ്, into 3 times ആണ് സാധ്യത. ഉദാഹരണം കോളോൺ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രെയിൻ മെലനോമ, ഇതൊക്കെ അവരുടെ ഫാമിലിയിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇവരിൽ സാധാരണ ആൾക്കാരിൽ വന്നതിനേക്കാൾ ഏർലി ഓൺസെറ്റ് ആയിരിക്കും, വേഗത്തിൽ വരുന്നുണ്ട്. പ്രായം നേരത്തെ ഏർലി ഓൺസെറ്റ് ആയിട്ടും കാണുന്നുണ്ട്. ഓവറോൾ ജനറ്റിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു 5% ക്യാൻസറിനകത്ത്. ഉദാഹരണം റെറ്റിനോബ്ലാസ്റ്റോമ കുട്ടികളിലൊക്കെ ഉണ്ടാവും. 40% ഫാമിലിയലാണ്. ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഹെറിറ്റൻസ് മൂലമാണ് ഉണ്ടാവുന്നത്. ക്രോമസോമൽ 13-ൽ RB13 ഇല്ല. RB13 എന്ന് പറയുന്ന ജീൻ ക്രോമസോം 13-ൽ ഇല്ല, അതാണ് പ്രശ്നം. ദെൻ ഫാമിലിയൽ പോളിപ്പോസിസ് കോളൈ എന്ന് പറയുന്നത് അത് ബിനാനൊക്കെയാണ്, പക്ഷെ അതൊരു 50 വയസ്സാകുമ്പോഴത്തേക്കും അത് ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലാസിയ MEN, അതും ഫാമിലീസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് അതൊരു 50% ഫാമിലീസിൽ. ദെൻ ക്യാൻസർ ഓഫ് ബ്രസ്റ്റ് വരാനുള്ള ചാൻസ്. ദെൻ ക്യാൻസർ ഓഫ് ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും BRCA1-ഉം BRCA2-ൽ ഉണ്ടാവുന്ന BRCA2 അല്ലെ, CA2 ഇത് രണ്ടും ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസിൽ 85% പേരിലും ചിലപ്പോൾ ക്യാൻസർ ആവാനുള്ള ചാൻസ് കൂടുതൽ. സോ നമുക്ക് ഒരുപാട് പറയാണ്ട്, തൽക്കാലം കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു നിർത്തുകയാണ്. സോ ഫാമിലിയൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് ഈസ് 1 കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ കോസിംഗ് ക്യാൻസർ. ഇനി മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത് റേഷ്യൽ ആൻഡ് ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. സോ ഇതിൽ ജോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് മാത്രം ജനിതകം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് എൻവയോൺമെന്റൽ കാര്യങ്ങൾ വരും അല്ലെ, വേറെ കൾച്ചറൽ ഹാബിറ്റ്സ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരും കേട്ടോ. എങ്കിലും ജസ്റ്റ് ജനറൽ ആയിട്ട് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റ് യൂറോപ്പ് വെളുത്ത വർഗ്ഗക്കാർ അല്ലെങ്കിൽ അമേരിക്കൻ, സോ ഇങ്ങനെയുള്ള ആൾക്കാരിലെ പ്രോസ്റ്റേറ്റ്, ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കോളൺ ക്യാൻസർ ഇതൊക്കെ കൂടുതലാണെങ്കിൽ പക്ഷെ അവരിലെ ലിവറിന്റെ ക്യാൻസർ പക്ഷെ കുറവാണ്. ലിവർ ക്യാൻസർ അപൂർവമാണ്. ഇനി ബ്ലാക്ക് ആഫ്രിക്കൻസിലാണെങ്കിലോ, ബ്ലാക്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്കിൻ ക്യാൻസർ കൂടുതലാണ്, സ്പിനൈൽ ക്യാൻസർ കൂടുതലാണ്, സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളിൽ കൂടുതലാണ്, ലിവർ ക്യാൻസർ ഒക്കെ കൂടുതലാണ്. ഇനി ജാപ്പനീസ് നോക്കിക്കഴിഞ്ഞാൽ ജാപ്പനീസിൽ സ്റ്റൊമക് ക്യാൻസർ അത് കൂടുതലാണ്.
അവരിൽ. പക്ഷേ ജാപ്പനീസ് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറവാണ്. ദെൻ ചൈനീസ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നെയ്സോഫാരിഞ്ചൽ ക്യാൻസേഴ്സ് ഒക്കെ കൂടുതലാണ്. നെയ്സോഫാരിഞ്ചൽ ക്യാൻസർ. ചൈനീസ് പറഞ്ഞപ്പോഴാണ് ഇന്ത്യക്കാരും ചൈനക്കാരും കേരളക്കാരും ചൈനക്കാരും ഒക്കെ ഏകദേശം ഒരേ കാലഘട്ടം ജീവിക്കുന്ന ആൾക്കാരാണ്. 80-78 വയസ്സൊക്കെ ആയിരിക്കും. പക്ഷേ കേരളത്തിലെ ആൾക്കാർക്ക് ക്യാൻസർ കുറവാണ്. അവരെ അപേക്ഷിച്ചിട്ട് ഇൻസിഡൻസ് കുറവാണ്. ദെൻ ഇന്ത്യക്കാരിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസ് നോക്കുകയാണെങ്കിൽ ഓറൽ കാവിറ്റി ആൻഡ് അപ്പർ നേസോ ഓറൽ കാവിറ്റിയിലൊക്കെയാണ് കൂടുതൽ. ഓറൽ കാവിറ്റി ആൻഡ് മൂക്കിന്റെയും ആ തൊണ്ട അതുമായിട്ടുള്ള ഫാഗൽ അവിടം വരെയൊക്കെയുള്ള ക്യാൻസർ കൂടുതലായിട്ട് കാണും. ദെൻ ഇന്ത്യയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള ലിവർ ക്യാൻസർ ആണ് കൂടുതലെങ്കിൽ ഇപ്പോൾ വെസ്റ്റേണേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവർ ക്യാൻസർ വരികയാണെങ്കിൽ അത് പക്ഷേ വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള അത് ആൽക്കഹോളിക് സിറോസിസ് മൂലമായിരിക്കും എന്നും കാണും. റേഷ്യൽ ജോഗ്രാഫിക്കൽ വ്യത്യാസങ്ങളും ക്യാൻസറിൽ പ്രധാനപ്പെട്ട പങ്കുകൾ ഉണ്ട്. ഇനി അടുത്ത ഫാക്ടർ സെക്സ് നോക്കിക്കഴിഞ്ഞാൽ സെക്സ്, അപ്പോൾ അത് 4-5 ആയിരിക്കും. സെക്സ് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിലാണ് മിക്കവാറും പലതരം ക്യാൻസറിലും കൂടുതൽ. സോ ഇൻ മെയിൽസ് മോർ ക്യാൻസേഴ്സ് ഉണ്ട്. പക്ഷേ സ്ത്രീകളിൽ ഫീമെയിൽസിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലാണ്, ഗോൾ ബ്ലാഡറിന്റെ ക്യാൻസർ കൂടുതലാണ്, തൈറോയ്ഡ് ക്യാൻസർ കൂടുതലാണ്, ഹൈപ്പോഫാരിങ്സ് അവിടേക്കുള്ള ക്യാൻസർ കൂടുതലായിട്ട് കാണും. ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ലോകം മുഴുവൻ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലാണ്. പുരുഷന്മാരിൽ പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ലങ് ക്യാൻസർ ഉണ്ട് ലോകം മൊത്തം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇപ്പോൾ സ്പെസിഫിക് ഹോർമോൺ അല്ലല്ലേ, ഏതെങ്കിലും ക്യാൻസർ പുരുഷന്മാരിലും സ്ത്രീകളിലും കൂടുതലാകാൻ കാരണമായിട്ട് ഹോർമോണൽ കാരണങ്ങൾ കാരണമാണ്. ദെൻ ഇനി 6ാമത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. 6 എൻവയോൺമെന്റൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിഗരറ്റ് സ്മോക്ക് അല്ലെ, നിക്കോട്ടിൻ ആൻഡ് പുകവലി. സോ ഇതാണ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ ഫാക്ടർ. സോ സ്മോക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ക്യാൻസർ ഓഫ് ലങ്, ക്യാൻസർ ഓഫ് ഓറൽ കാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ഇസോഫാഗൽ ഇങ്ങനെയൊക്കെയുള്ള പല ക്യാൻസർ വരാനായിട്ട് സ്മോക്കിംഗ് ആണ് കാരണം. ദെൻ 2ാമത്തേത് ഇതേപോലെ തന്നെ ആൽക്കഹോൾ ആണ്, മദ്യപാനമാണ്. ഓറോഫാരിങ്സ്, ലാരിങ്സ്, ലിവർ, ഇസോഫാഗൽ ക്യാൻസർ. സോ ഇങ്ങനെയൊക്കെയുള്ള പല ക്യാൻസറും ആൽക്കഹോൾ മൂലം. ഇനി നമ്മൾ രണ്ടും കൂടി എടുക്കുകയാണെങ്കിലോ സ്മോക്കിംഗ് പ്ലസ് ആൽക്കഹോൾ ആകുമ്പോൾ അഡിറ്റീവ് എഫക്റ്റ് ആണ്, സൈനർജിസം ആണ്, 2 സാധ്യതയും വർദ്ധിക്കാം. 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഡയറ്റ് ആണ്. ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ, വൈറ്റമിൻ എ കുറച്ച് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറഞ്ഞ ആൾക്കാർ, ധാരാളം ഇൻക്രീസ്ഡ് അനിമൽ ഫാറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ, ഗ്രിൽഡ് മീറ്റ് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ഫാറ്റ് ഭക്ഷണത്തിനകത്ത് ഫൈബർ എമൗണ്ട് കുറഞ്ഞ ഫൈബർ ഡയറ്റ് കഴിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കോളോണിക് ക്യാൻസർ കൂടുതലായിട്ട് കാണും, കോളൺ ക്യാൻസർ കൂടുതലായിട്ട് കാണും. ഇനി 4ാമത്തെ സെർവിക്കൽ ക്യാൻസർ നോക്കിക്കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളിലാണല്ലോ. സോ അത് ആദ്യം സ്ത്രീകൾ ബന്ധപ്പെടുന്ന ആ പ്രായം, ഫസ്റ്റ് കോൺടാക്ട്, ദെൻ എത്ര തവണ അങ്ങനെയുള്ള ഫ്രീക്വൻസി ഓഫ് കോൺടാക്ട്, ദെൻ അവരുടെ പങ്കാളികൾ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അവരിൽ ഈ സർക്കംസിഷൻ ചെയ്ത ആൾക്കാരുമായിട്ടാണ് ബന്ധപ്പെടുകയെങ്കിൽ ചാൻസ് കുറവും, സർക്കംസിഷൻ ചെയ്യാത്ത ആൾക്കാർ അവരിൽ കൂടുതലുമായിട്ട് കാണും. ദെൻ പുരുഷന്മാരിൽ തന്നെ പിനൈൽ ക്യാൻസറിന്റെ എമൗണ്ടും ഇതേ പറഞ്ഞ സർക്കംസിഷൻ ഒരു ഇമ്പോർട്ടൻസ് സാധനമുണ്ട്. മുസ്ലിങ്ങളിലും ജ്യൂസിലും ഇത് കുറവാണ്. ആൻഡ് അല്ലാത്ത സർക്കംസിഷൻ കഴിയാത്ത സ്മെഗ്ന എന്നാണ് പറയാം, സ്മെഗ്ന പോലുള്ള സാധനങ്ങൾ അടിഞ്ഞ തൊലിയുടെ ഇടയിൽ കൂടിയിട്ട് അങ്ങനെയുള്ള കാർസിനോജനിക് കമ്പോണൻസ് കൂടുതലാവുന്നതുകൊണ്ടായിരിക്കാം ഇതുണ്ടാവുക. പിന്നെ സം പ്ലാന്റ്സ് അല്ലെ, ബെറ്റൽ നട്ട് എന്താണ്, അടക്കയാണ്. ദെൻ പാൻ ഉപയോഗിക്കുന്നത് അല്ലെ, ഇത് ചീക്ക് ആൻഡ് ഓൾസോ ടങ് ക്യാൻസർ കൂടുതലായിട്ടുണ്ടാകും. ഇനി അടുത്ത ഫാക്ടർ ഇൻഡസ്ട്രിയൽ ആൻഡ് എൻവയോൺമെന്റൽ സബ്സ്റ്റൻസ് ആണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് എൻവയോൺമെന്റൽ സബ്സ്റ്റൻസസ് ഇതെല്ലാം കാർസിനോജൻസ് അറ്റാക്ക് ചെയ്യാം. അതിനെ നമുക്ക് ഒക്കുപേഷണൽ ഹസാർഡ്, നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകൾ വരാനുള്ള ചാൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്ബെസ്റ്റോസ് ആണെങ്കിൽ ലങ് ക്യാൻസർ വരാം, ഇസോഫാജിയൽ ക്യാൻസർ വരാം. ആഴ്സനിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾസോ ലങ് ക്യാൻസർ വരാം, സ്കിൻ ക്യാൻസർ വരാം. ദെൻ കെമിക്കൽ ബെൻസീനുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് AML വരാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രിറ്റിലിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലങ് ക്യാൻസർ ആണ്. ഞാൻ ABC ഓർഡറിൽ കുറച്ചങ്ങോട്ട് എഴുതുന്നു മാത്രമേ ഉള്ളൂ, എല്ലാം പറയുന്നില്ല. കാഡ്മിയം ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലാണ്. ദെൻ വിനൈൽ ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഹെപ്പാറ്റിക് ക്യാൻസർ. ഇങ്ങനെ സോ ABC ഓർഡറിൽ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം. തൽക്കാലം ഇവിടം വെച്ച് നിർത്താം. സോ ദിസ് എല്ലാം നമുക്ക് വർക്ക് പ്ലേസ് ക്യാൻസർ എന്ന കൂട്ടത്തിൽപ്പെടും. ഇനിയപ്പോൾ അടുത്ത ഫാക്ടർ നമുക്ക് പറയാനുള്ളത് 2ാമത്തെ ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് ക്രോണിക് ഓർ പ്രീ മലിഗ്നന്റ് നോൺ നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് കോ ഫാക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇനി ക്രോണിക് പ്രീ മലിഗ്നന്റ് നോൺ നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. തുടർച്ചയായിട്ടുള്ള ദീർഘനാളായിട്ടുള്ള പ്രീ മലിഗ്നന്റ് പ്രശ്നം. സോ പ്രീ മലിഗ്നന്റ് ഇപ്പോൾ ഒരു മുറിവ് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചു, അവിടെ സെല്ലുകൾ നശിക്കുന്നു, പുതിയ സെല്ലുകൾ ഇങ്ങനെ വളരുകയാണ് അല്ലെ, കോശങ്ങളുടെ വളർച്ച അവിടെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരും. അപ്പൊ
ഇൻഫെക്ഷൻസ് ആകാം, അത് നോൺ ഇൻഫെക്ഷൻസ്, രണ്ട് രീതിയിലാകാം. അവിടെ സ്വാഭാവികമായിട്ട് കോമ്പൻസേറ്ററി പ്രോലിഫറേഷൻ വന്ന സ്ഥലമാണ്, സെല്ലുകൾ കൂടുതലായിട്ട് വളർച്ചയുള്ള സ്ഥലമാണ്. സ്റ്റെം സെൽസ് അവിടെ കൂടുതലായിട്ട് വന്ന് വളർന്ന് വികസിക്കാനും വിഭജിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് മലിഗ്നന്റ് ട്യൂമറിലേക്ക് നയിക്കും. ആൻഡ് അവിടെ ആക്ടിവേറ്റഡ് ഇമ്മ്യൂൺ സെൽസ് വരും. ഇമ്മ്യൂൺ സെൽസ് വരുമ്പോൾ അത് റിയാക്റ്റീവ് ഓക്സിൻ സ്പീഷീസ് പോലെയുള്ളവയായിട്ടായിരിക്കും കൊല്ലാൻ ശ്രമിക്കുക. അപ്പോൾ അത് ദിസ് ക്യാൻ കോസ് DNA ഡാമേജ് ഇവിടെ ഉണ്ടാകും. പ്രീ മലിഗ്നന്റ് ലീഷൻസ് എക്സാമ്പിൾ ഡിസ്പ്ലേസിയ, കാർസിനോമ ഇൻസിറ്റു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ യൂട്രൈൻ സെർവിക്സിൽ പ്രശ്നം ഉണ്ടാക്കാം, ബ്രോങ്കസിൽ പ്രശ്നം ഉണ്ടാക്കാം. ദെൻ ആക്ടിനിറ്റിക് സോളാർ കെരട്ടോസിസ്. സോ ഇതെല്ലാം കുറെ നാളായിട്ടുള്ള ദീർഘനാളായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. ഓറൽ ല്യൂക്കോപ്ലേക്കിയ, ദെൻ ബാരറ്റ്സ് ഇസോഫാഗസ്, സ്ഥിരമായിട്ട് HCl ഇസോഫാഗസിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് റിഫ്ലക്സ് ഇസോഫാഗറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാക്കും. സോ ഇനി അപൂർവമായിട്ട് ചില ബിനൈൻ സാധാരണ അതാവാറില്ല എന്ന് പറഞ്ഞു, ബിനൈൻ ട്യൂമർ നമുക്ക് വേണമെങ്കിൽ മാലിഗ്നന്റ് ട്യൂമറിലേക്ക് കൺവേർഷൻ വരാം. അപ്പോൾ മൾട്ടിപ്പിൾ അഡിനോമ ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അഡിനോ കാർസിനോമ ആയിട്ട് മാറാം. ദെൻ ഫൈബ്രോമാറ്റോസിസ് സാർക്കോമ ആയിട്ട് മാറാം. മിക്സഡ് സലൈവറി ട്യൂമർ അത് കാർസിനോമ ആയിട്ട് മാറാം. സോ ഇങ്ങനെയൊക്കെയുള്ള പല ദീർഘനാളായിട്ട് നിൽക്കുന്ന ക്രോണിക് പ്രശ്നങ്ങൾ ക്യാൻസർ ആയിട്ട് മാറാം. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നത് പല ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസോ ഇതിലും അത് തന്നെ വരികയാണ്. ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ H. പൈലോറി നമ്മൾ ട്രീറ്റ് ചെയ്യാണ്ട് കുറെ നാൾ വിട്ടുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രിക് കാർസിനോമ ആയിട്ടായിരിക്കും മാറാൻ ചാൻസ്, ഈവൻ ലിംഫോമ വരെ വരാം. ദെൻ HPV എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. അത് സെർവിക്കൽ എന്താ പറയാ സെർവിസൈറ്റിസ് ആയിട്ടായിരിക്കും കുറെ നാൾ നിൽക്കുക. ദെൻ ലാസ്റ്റ് അത് സെർവിക്കൽ ക്യാൻസർ ആയിട്ടും. ദെൻ ഇപ്പോൾ ഒരു ഓൾഡ് ബേൺ, പണ്ട് ഒരു പൊള്ളലേറ്റ് മുറിവുണ്ടായിരുന്നിരിക്കും, നമ്മളതിനെ മെജോളിൻസ് അൾസർ എന്നാണ് പറയുക. അത് പിന്നീട് സ്ക്വാമസ് സെൽ കാർസിനോമ ആയിട്ട് മാറാം. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ഇപ്പോൾ ഉദാഹരണത്തിന് പുകവലിക്കുന്ന ആൾക്കാരിലൊക്കെ ഉള്ളത്, അത് ക്രോണിക് പിന്നീട് അത് ക്യാൻസർ ആയിട്ട് മാറാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് നമ്മൾ പറഞ്ഞു. ദെൻ ലിവർ സിറോസിസ് ഹെപ്പാറ്റോ കാർസിനോമ ആയിട്ട് മാറാം. സോ ഇങ്ങനെ പല അസുഖങ്ങളും ക്യാൻസർ ആയിട്ട് മാറാം. ഇനി മൂന്നാമത്തത് സംതിങ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആണ്, ഹോർമോണൽ കാര്യങ്ങളാണ്. സോ ഏതെങ്കിലും ഹോർമോൺ പ്രത്യേകമായി ആക്ട് ചെയ്യുന്നത് മൂലം അവിടുത്തെ ടിഷ്യൂ, ഇപ്പോൾ ഈസ്ട്രോജൻ ഇവിടെ വരുന്നു, അവിടുത്തെ ടിഷ്യൂ ഡിഫറൻസിയേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പ്രോലിഫറേഷൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പിന്നീട് അത് ക്യാൻസർ ആയിട്ട് മാറാം. ഉദാഹരണം ഈസ്ട്രോജൻ, ബ്രസ്റ്റ്, എൻഡോമെട്രിയം, മയോമെട്രിയം, വജൈന. സോ ഇവിടെയൊക്കെ ക്യാൻസർ ഉണ്ടാകും. അതേപോലെ തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് വരുമ്പോൾ തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകാം. പ്രോസ്റ്റേറ്റിൽ ടെസ്റ്റിക്കുലാർ ആൻഡ് ഓൾസോ ടെസ്റ്റിക്കുലാർ ക്യാൻസർ ബിക്കോസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ മൂലമായിരിക്കാം. സോ ഈ ഹോർമോൺ ഡിപ്പെൻഡന്റ് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഹോർമോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ ഫീച്ചർ ഓഫ് ഹോർമോൺ ഡിപ്പെൻഡന്റ് ക്യാൻസേഴ്സ്. ഇനി പല മരുന്നുകൾ, ഡ്രഗ്സ് ക്യാൻ കോസ് ക്യാൻസർ അല്ലെ, നമുക്കറിയാം. ഇപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അതിൽ തന്നെ സീക്വൻഷ്യൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ചേർന്ന അതിൽ തന്നെ ഈസ്ട്രോജൻ ആണ് പ്രശ്നം. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാം, ലിവർ ട്യൂമേഴ്സ് ഉണ്ടാക്കാം. ദെൻ അനബോളിക് സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ആൾക്കാരിൽ ലിവർ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആന്റി ക്യാൻസർ ഡ്രഗ് നമ്മൾ പലതും ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ മെത്തിലേറ്റിംഗ് ഏജൻസ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾക്ക് നേരിട്ട് സെല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഡിവിഷനിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി ക്യാൻസർ ആക്കി മാറ്റും. ദെൻ ഇമ്മ്യൂണിറ്റി എപ്പോഴെങ്കിലൊക്കെ കുറയ്ക്കുന്ന ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഇപ്പോൾ HIV അല്ലെ, അതിനകത്തൊക്കെ പല സംഭവങ്ങളും ക്യാൻസർ ആയിട്ട് മാറാം. അപ്പോൾ പല വൈറസുകൾ, ഓൺകോജനറ്റിക് വൈറസുകളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന മിക്കവാറും ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു വാക്ക് കാർസിനോജൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? സോ ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതാണ്, ഒരുപാട് പറയാനുള്ളതാണ്. എങ്കിലും നമുക്ക് കാർസിനോജൻസ് ഇതിനെ കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കാം. സോ ഏജൻസ് ദാറ്റ് കോസ് നിയോപ്ലാസ്, അത് ബിനൈൻ ആകാം അല്ലെങ്കിൽ മലിഗ്നന്റ് ആകാം. സോ ബിനൈനോ മലിഗ്നന്റ് ആയിട്ടുള്ള ക്യാൻസറികൾ ഉണ്ടാക്കാവുന്ന എല്ലാത്തിനും നമുക്ക് കാർസിനോജൻസ് എന്ന് പറയാം. സോ ദിസ് ക്യാൻ ബി ഫിസിക്കൽ ഏജൻസ് ക്യാൻ കോസ് ക്യാൻസർ അല്ലേ. ഉദാഹരണത്തിന് അയോണൈസിങ് റേഡിയേഷൻ, UV ലൈറ്റ് ആകാം, എക്സ്റേസ് ആകാം, ഗാമ റേസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ടിക്കിൾ റേഡിയേഷൻസ് ലൈക്ക് ആൽഫ, ബീറ്റ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ റേഡിയേഷൻ. സോ ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ എത്ര അളവ്, എത്ര നാള്, അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര അളവിലൊക്കെ അടിക്കുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കെമിക്കൽ കാർസിനോജൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് കാർസിനോജൻ. ഇത് നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, DNA-യിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദെൻ അതിന് നമുക്ക് ഡയറക്റ്റ് എക്സ്പോഷർ ഓഫ് ദീസ് തിങ്സ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആന്റി ക്യാൻസർ ആൽക്കൈലേറ്റിംഗ് ഏജന്റ് അല്ലെ, ആന്റി ക്യാൻസറിന് വേണ്ടി കൊടുക്കുന്ന ആൽക്കൈലേറ്റിംഗ് ഏജൻസ് ഡയറക്റ്റ് DNA തകരാറില്ല. ദെൻ ചിലത് നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇൻഡസ്ട്രിയൽ കാർസിനോജൻസ് ഇപ്പൊ അരോമാറ്റിക് അമീൻസ് ഒക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ പറയാം. ദെൻ പോളിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് നമ്മൾ പറയാറുണ്ട്. സോ ഇത് നേരിട്ടുണ്ടാക്കുന്നുണ്ട്, നേരിട്ടല്ലാതെ ഉണ്ടാക്കുന്നുണ്ട്. സോ അതിനെ നമ്മൾ പ്രോ കാർസിനോജൻസ് എന്നാണ് സാധാരണ നേരിട്ടല്ലാതെ ഉണ്ടാക്കുന്നതിന്. സോ ഇത് ശരീരത്തിൽ വെച്ചിട്ട് ദിസ് ഈസ് മെറ്റബോളൈസ്ഡ് ഇൻ ടു സംതിങ് എൽസ്. സോ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന CYP450 എൻസൈംസിന്റെ സഹായത്തോടു കൂടി ദേ ബിക്കം ആക്റ്റീവ് ആകുന്നു. ആക്റ്റീവ് ആകുക എന്ന് വെച്ചാൽ ദേ ബിക്കം ഹൈലി ഇലക്ട്രോ
ഇലക്ട്രോഫിലിക് ആവുന്ന ഹൈലി ഇലക്ട്രോഫൈൽ കോമ്പൗണ്ടോ ഇലക്ട്രോൺ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്ന കോമ്പൗണ്ടുകളോ. സോ ഈ റേഡിയേഷൻസും ഹൈലി ഇലക്ട്രോഫൈലാണ്. അങ്ങനെയാണ് അത് DNA-യിലൊക്കെ ഇലക്ട്രോൺ ഇളക്കി എടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, സോ ഹൈലി റിയാക്റ്റീവ് ഇലക്ട്രോഫിലിക് ആയിട്ട് DNA-യിൽ അറ്റാക്ക് ചെയ്തിട്ടൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ക്യാൻസർ ഉണ്ടാകും. റേഡിയേഷൻസും അങ്ങനെ തന്നെ. ഇനി ബയോളജിക്കൽ കാർസിനോജൻസ് കൂടി എന്ന് പറഞ്ഞേക്കാം. നമ്മൾ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ബയോളജിക്കൽ കാർസിനോജൻസ് എന്ന് വെച്ചാൽ വൈറസിന് ക്യാൻസർ ഉണ്ടാക്കാം, ബാക്ടീരിയക്ക് ക്യാൻസർ ഉണ്ടാക്കാം, പാരസൈറ്റ്സിന് ഉണ്ടാക്കാം, ഫംഗസിന് ഉണ്ടാക്കാം, ചില ചെടികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കാം. വൈറസ് ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പറയാം, HTLV ഹ്യൂമൻ T സെൽ ലിംഫോമ വൈറസ് ഉണ്ട്. ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി, അത് വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എപ്സ്റ്റീൻ ബാർ വൈറസിന് ഉണ്ടാക്കാം, HIV ഉണ്ടാക്കാം. ദെൻ ഹ്യൂമൻ ഹെർപ്പസ് 6 അത് കാപ്പോസി സാർക്കോമയൊക്കെ ഉണ്ടാക്കുന്ന. സോ ഇങ്ങനെ പല വൈറസിന് ഉണ്ടാക്കാം. ബാക്ടീരിയ നമ്മൾ ഓൾറെഡി H പൈലോറിയുടെ കാര്യം പറഞ്ഞു. ദെൻ പാരസൈറ്റ് നമ്മൾ പറഞ്ഞില്ല. പാരസൈറ്റ് ഷിസ്റ്റോസോമിയ ഉണ്ടാക്കുന്ന യൂറിനറി ബ്ലാഡർ ക്യാൻസർ ഉണ്ടാക്കും. ഫംഗസിനകത്ത് ആസ്പെർജില്ലസ് ആ സംഭവങ്ങൾ അതിനകത്ത് ആൽഫ ടോക്സിൻസ്. സോ ദിസ് ക്യാൻ കോസ് ഹെപ്പാറ്റിക് കാർസിനോമ ഉണ്ടാകും. ചെടികളുടെ കാര്യം നമ്മൾ പറഞ്ഞതായിരുന്നു, നട്ട്, ബെറ്റിൽ നട്ട്, അങ്ങനെയൊക്കെയുള്ള ടുബാക്കോ പ്ലാന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം ക്യാൻസർ ഉണ്ടാകും. സോ ഇത്രയാണ് നമുക്ക് എപ്പിഡെമോളജി ഓഫ് ക്യാൻസർ നമുക്ക് പറയാനുള്ളത്. സോ ഞാൻ ജസ്റ്റ് ഒരു 10 മാർക്കിൻ്റെ ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് അറ്റൻഡ് ചെയ്യേണ്ട രീതി മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എപ്പിഡെമോളജി ഓഫ് ക്യാൻസർ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.